ഹാപ്പി ഓണം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈസ്റ്റേൺ പാലട പായസം മിക്സ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഈസ്റ്റേണിൻ്റെ പാലട പായസം മിക്സ് വേണം, അതുപോലെ തന്നെ പാല് വേണം. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പാല് വേണം. എത്രത്തോളമാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ആ മിക്സിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് പാല് വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമുക്ക് പാല് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് തിളപ്പിക്കാൻ വെക്കാം. ആ പാല് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോഴാണ് നമുക്ക് മിക്സ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ പാല് കൊഴുപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കൊന്നും കൂടെ അത് കുറുകി വരുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് എമൗണ്ട് ഓഫ് പാൽ നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട അത് കാഷ്യൂസും അതുപോലെ തന്നെ റൈസിൻസും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വയ്ക്കാം ആദ്യം തന്നെ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെയ്യ്, നമുക്ക് ഇതിലേക്ക് നെയ്യ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് തന്നെ ആണെങ്കിൽ ആ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യാം, ആ നെയ്യും നമുക്ക് എടുത്ത് വെക്കാം. അതിനുശേഷം പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നമുക്ക് നമ്മുടെ പാലടയുടെ മിക്സ് നമുക്ക് പൊട്ടിച്ചിട്ട് പാലട മിക്സ് നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടിച്ച് ഒഴിക്കാം. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി, നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി എടുക്കണമെന്നില്ല, എത്രത്തോളം ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അത്രയും ക്വാണ്ടിറ്റി മാത്രം നമുക്ക് എടുത്താൽ മതി. അത് നമുക്ക് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ പാലട മിക്സും പാലും തമ്മിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേണം നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ തരിതരികളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും. സോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് നെയ്യ് ഇട്ട ശേഷം, നെയ്യ് ഉരുക്കിയതിന് ശേഷം അതിലേക്ക് കാഷ്യൂസും അതുപോലെ തന്നെ റൈസിൻസും നമുക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്കൊരു ബ്രൗണിഷ് കളറൊക്കെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നന്നായിട്ട് തിളച്ച് കുക്ക് ചെയ്ത് വന്നിട്ടുള്ള പായസത്തിലേക്ക്, അതായത് നന്നായിട്ട് കുറുകി വന്നിട്ടുള്ള പായസത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്യാം. നമുക്കതിങ്ങനെ ആ നെയ്യിൻ്റെ മിക്സ്, നെയ്യും അതുപോലെ തന്നെ കാഷ്യൂസ് റൈസിൻസും ഉള്ള മിക്സ് നമുക്കതിലേക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പായസം റെഡിയാണ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓണത്തിന് പായസം തയ്യാറാക്കാം. അപ്പം ഇതാണ് എൻ്റെ വീട്ടിലെ പായസം, പാൽപ്പായസം, തിരുവോണ പായസം. അപ്പോൾ ഹാപ്പി ഓണം.